അങ്ങനെ അവസാനം എനിക്ക് എൻ്റെ യൂട്യൂബ് വരുമാനം കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇത് കഴിഞ്ഞ ഡിസംബറിലുണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ അപ്പോഴേ വിചാരിച്ചതായിരുന്നുവെങ്കിലും എനിക്ക് പല തിരക്കുകൾ കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ വീണ്ടും നന്ദി പറയുന്നു. ഇത് ചെറിയൊരു തുകയാണെങ്കിലും എനിക്ക് വളരെയധികം മൂല്യമുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഡോളറൊക്കെ സമ്പാദിക്കാൻ കഴിയുന്നത്. എന്തിനാ, ഒരു രൂപ പോലും എനിക്ക് സ്വന്തമായി സമ്പാദിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, എൻ്റെ ഈ സന്തോഷത്തിൻ്റെ വ്യാപ്തി ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ യൂട്യൂബ് സ്റ്റോറി കൂടി കേൾക്കണം. യൂട്യൂബർമാർ പാടി പുകഴ്ത്തിയിട്ടുള്ള കൊല്ലങ്കോടിൻ്റെ പാലക്കാടൻ ഗ്രാമീണ ഭംഗിയുടെ ദൃശ്യവിരുന്ന് നൽകിക്കൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റോറി നിങ്ങളോട് പറയണത്. 4 വർഷം മുന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്, കോവിഡ് വരുന്നതിന് മുന്നേ. 50കളിലെത്തിയ സാധാരണക്കാരിയായ വീട്ടമ്മയായിരുന്നു എനിക്ക്. അന്ന് എന്താണ് യൂട്യൂബ് എന്നോ, എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ അപ്ലോഡ് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു. അന്ന് എന്നെ സഹായിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ 9ാം ക്ലാസ്സുകാരനായിരുന്ന ഗോകുലാണ്. അവനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ആദ്യമൊന്നും എനിക്ക് തീരെ എൻ്റെ വീഡിയോസിന് വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഒട്ടും വേവലാതിയൊന്നും തോന്നിയിരുന്നില്ല. കാരണം വലിയ യൂട്യൂബേഴ്സുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചു കൊണ്ടല്ല എൻ്റെ ചാനൽ തുടങ്ങിയത്. എനിക്ക് സന്ദർഭം കിട്ടുമ്പോൾ എൻ്റെ അടുക്കളയിൽ ഞാൻ പാചകം ചെയ്യുന്ന ഡിഷസിൻ്റെ വീഡിയോസ് എടുത്തും സമയം കിട്ടുമ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇടുന്ന വീഡിയോസുമായി ഈ ചാനൽ എങ്ങനെ ഇഴഞ്ഞു നീങ്ങവെയാണ് കോവിഡും ലോക്ക്ഡൗണും ഒക്കെ വന്നത്. എല്ലാവരും വീട്ടിലിരിക്കുന്ന കാലം. മക്കളൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ലോക്ക്ഡൗൺ സംഭവിക്കാത്ത എൻ്റെ അടുക്കളയിൽ പുതിയ വിഭവങ്ങളൊക്കെ ജന്മം എടുത്തു. പലതും പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ അതൊന്നും വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഈ സമയത്ത് എൻ്റെ പഴയ വീഡിയോസിന് കൂടുതൽ വ്യൂസ് കിട്ടി, വാച്ച് ടൈം കിട്ടി, സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നു. അങ്ങനെ പതുക്കെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. മോണിറ്റൈസേഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് വന്നു. ഞാൻ മനസ്സിലാക്കി യൂട്യൂബിൽ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ കുറഞ്ഞ ഇടവേളകളിലെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതൊക്കെ മനസ്സിലാക്കിയെങ്കിലും ഞാൻ സ്വയം ആയിരുന്നു ഈ കുക്ക് ചെയ്തിരുന്നതും അതിൻ്റെ വീഡിയോ എടുത്തിരുന്നതും അത് എഡിറ്റ് ചെയ്തിരുന്നതും അപ്ലോഡ് ചെയ്തിരുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യുക അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പുറമേ നിന്നുള്ളവർ ചിന്തിക്കുന്നത് പോലെ അത്ര ഈസി ഒന്നുമല്ല യൂട്യൂബിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ഒരു 2-3 വർഷക്കാലം എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില തിരക്കുകൾ കാരണം കാര്യമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇതിനിടയിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് പെട്ടെന്ന് കൂടുതൽ റീച്ച് വന്നു, വ്യൂസ് കൂടി വന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോയ്ക്കായിരുന്നു. യൂട്യൂബിൻ്റെ കാര്യം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വീഡിയോയ്ക്കായിരിക്കും റീച്ച് കിട്ടുന്നതും വൈറലാകുന്നതും ഒക്കെ. ഇന്നും എൻ്റെ ആ ഒരു വീഡിയോ, അതും സിമ്പിളായിട്ടുള്ള കുക്കറിൽ എങ്ങനെ ചോറ് വെക്കാം എന്നുള്ള ആ വീഡിയോ ആണ് ഏറ്റവും ടോപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 വർഷ കാലയളവിലെ അവസാനം 1 വർഷം ഞാൻ ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബിനെ പറ്റ മറന്നതുപോലെ തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഈ കഴിഞ്ഞ ജൂണിലെ ഒരു മെയിൽ വന്നത്, എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്കറിയാലോ, 360 ദിവസത്തിൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരിക്കണം നമ്മുടെ മോണിറ്റൈസേഷൻ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഈ 4000 വാച്ച് അവർ ഡൗൺ ആയിരുന്നു. അങ്ങനെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയില്ല. ആ സമയത്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് $60 കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് $100 തികഞ്ഞാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പണം എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള $40 കൂടി കിട്ടുന്നതിന് വേണ്ടിയായി പിന്നീട് എൻ്റെ ശ്രമം. അങ്ങനെ ഞാൻ ദിവസേന ഓരോ ഷോർട്ട് വീഡിയോയും ആഴ്ചയിലൊരു ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2 മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടി. അത് രൂപയായിട്ട് ഈ ഡിസംബറിൽ എൻ്റെ അക്കൗണ്ടിൽ വരികയും ചെയ്തു. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം പലരും വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് ഉപേക്ഷിച്ച് പോകാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്.
നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. എന്നെങ്കിലും നിങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥന ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുകയാണെങ്കിൽ വീഡിയോ മുന്നോട്ട് പോകുന്നതിന് ഏറെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.